അയ്യോ രാജാവ് വരുന്നുണ്ട്. പെരുമ്പാവൂർ മുഴങ്ങട്ടെ. പെരുമ്പാവൂരോ? ചെണ്ടക്കാറ്റ് കൊട്ടത്തില്ലേ? എന്റെ അമ്മോ, പെരുമ്പറ. അത് മുഴങ്ങട്ടെ. രാജാതിരാജൻ, വില്ലാളി വീരൻ, വീരശൂര പരാക്രമി. കൃമിയാ? രാജേന്ദ്ര ബാബു. രാജേന്ദ്ര ബാബു അല്ല, മൂഷിക വാഹനൻ. എടാ നീ ഗണപതിയാടാ. എന്തുവാ നീ പറയുന്നത്? നീ നിർത്ത്. എന്തായാലും രാജാവിന്റെ എൻട്രി തൊലഞ്ഞു. ഇനി അങ്ങോട്ട് ചെല്ലാം. രാജൻ, കുന്നിക്കുരു ഒന്ന് അങ്ങോട്ട് മാറും. കുന്നിക്കുരുവാ? രാജകുരു. ആരാലും അങ്ങോട്ടൊന്ന് മാറ്. എടാ, നിന്റെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, മേലെ ഇനി ഇങ്ങനത്തെ കോലത്തിൽ ഞാൻ ഇവിടെ കണ്ടുപോലും. എന്നെക്കാട്ടി ലുക്ക് വന്നേക്കണോണ്ടാ ഞാൻ പറയല്ലടാ, നീയാണ് ഇവിടുത്തെ രാജാവെന്ന് ഞാൻ മന്ത്രിയെന്ന്. എനിക്ക് രാജനോട് ഒരു കാര്യം പറയാനുണ്ട്. ആ, കഴിഞ്ഞ യുദ്ധത്തിന് നമ്മളെല്ലാരും വടക്ക് നിന്ന് യുദ്ധം ചെയ്തോണ്ടിരുന്നപ്പോ രാജൻ മാത്രം എന്താണ് തെക്ക് ചെന്നിട്ട് ആരുമില്ലാത്തടത്ത് വാൾ വീശിക്കൊണ്ടിരുന്നത്? നിനക്ക് ഗത കൊണ്ട് തലക്കടി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കിട്ടണം. ആരെവിടെ? ആരെവിടെ? അതിനിവിടെ ആരിയ്ക്കുന്നു? ആകപ്പാടെ ഞാനും ആ വെളുത്തുള്ളിയിലെ ഫിഗർ ചെയ്യുന്ന രാജൻ. പിന്നെ രാജൻ, ഞാനൊരു ഇച്ചിരി കാശ് കടം ചോദിക്കുന്നതിൽ രാജൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവൂ? ബുദ്ധിമുട്ടോ? എന്താണ് തൃശങ്കു നിങ്ങൾ ഈ പറയുന്നത്? എന്റെ ഊണിലും ഉറക്കത്തിലും എന്റെ കൂടെയുള്ള എന്റെ മന്ത്രി എന്നോട് ഇച്ചിരി കാശ് കടം ചോദിച്ചാൽ എനിക്കത് ബുദ്ധിമുട്ടാവുമോ? അസംഭവ്യം, അസംഭവ്യം. രാജൻ, എന്നാ പിന്നെ എനിക്ക് ഒരു ഇച്ചിരി കാശ് തരൂ. 10 പൈസ തരിച്ചില്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറഞ്ഞു. ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, പക്ഷെ തരാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കൊട്ടാരത്തിൽ പുതിയ നിയമം വരാൻ പോവാ. അതെങ്ങനെ ശരിയാവും? അതെങ്ങനെ തിരുവനന്തപുരത്തുകാർ സമ്മതിക്കും? തിരുവനന്തപുരത്തുകാർ എന്തിനു സമ്മതിക്കണം? അല്ല, തിരുവനന്തപുരത്ത് നടക്കണ നിയമം ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്റെ പൊന്നളവേ, ഞാൻ പറഞ്ഞെന്ന് വെച്ചില്ല, നിയമങ്ങൾ മാറാൻ പോകും. നിയമം മനസ്സിലായി. എന്ത് നിയമമാണ് രാജൻ? അതായത് നമ്മളെ പണ്ട് നർത്തകിമാരില്ലേ ഇവിടുത്തെ, നമ്മളെ പറ്റിച്ചോണ്ടിരുന്ന രാധമ്മ ചേച്ചിയും രമണി ചേച്ചിയും, അവരെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോവുകയാണ്. ഈയൊക്കെ അവിടെ ബലേവേഷം പറഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ. അവര് വന്നു കഴിഞ്ഞാൽ നിന്നെയൊക്കെ ഈ ദേശത്തിന്റെ തടുപ്പിക്കത്തില്ല ഞാൻ. അപ്പൊ പിന്നെ നർത്തകിമാരെ കൊണ്ടുവരേണ്ട ഓഡീഷൻ നമുക്ക് ആരംഭിക്കാം. നിർത്തൻ, ഓഡീഷൻ തുടങ്ങാൻ വരട്ടെ. അയ്യോ രാജൻ, അതിന് നീ എന്തിനാ പേടിക്കണ്ട? ഞാനല്ലേ പേടിക്കണ്ട. ഓഡീഷൻ നടത്തിക്കോളൂ, പക്ഷെ ആരെ തിരഞ്ഞെടുക്കണോന്ന് ഞാൻ തീരുമാനിക്കും. എന്നെ വരച്ചു വരെ നിർത്തുന്ന നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ അങ്ങ് തീരുമാനിച്ചോ. എന്നാ ഓഡിഷൻ ചെയ്യാനുള്ള ആളെ വിരിക്കുള്ളൂ. രാജൻ, പ്ലീസ് നോട്ട്. ആദ്യമായി വരാൻ പോകുന്നത് കണ്ണൂരിന്റെ സുന്ദരി ത്രിഭുവതി, വയസ്സ് 20.
അവിടെ കണ്ടുപോയില്ല. കുട്ടി നാമാണ് രാജാവ്. പ്രണാമം മഹാരാജൻ. കുട്ടിയുടെ നൃത്തം നല്ലതായിരുന്നു. നന്ദി മഹാരാജൻ. മനോഹരമായിരുന്നു. സർ മനോഹരൻ ഒന്നിങ്ങോട്ട് വരാം. എന്താണ് രാജൻ? ഈ കഴുത്തിന് മേളിൽ ഉപയോഗശൂന്യമായ തല വേണോ? വേണം രാജൻ വേണം. ഞാൻ എവിടെ തേങ്ങ പതിക്കാൻ നിൽക്കുമല്ല, മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞോളൂ ഇതൊക്കെ. ശരി രാജൻ. കുട്ടിയുടെ പേരെന്താണ്? എന്റെ പേര് ത്രിഭൂപതി എന്നാണ്. ഇനി മുതൽ ഇവിടുത്തെ എല്ലാ കാര്യത്തിലും മുൻപിൽ ഉണ്ടാവണം. പിന്നിൽ ഞാനും ഉണ്ടാവും. ഞാനും ഉണ്ടാകും. അല്ല കുട്ടി കല്യാണം കഴിഞ്ഞതാണോ? അതെ മഹാരാജൻ. പക്ഷെ എന്റെ ഭർത്താവ് ഇപ്പൊ ജയിലിലാണ്. എന്തിന്റെ കേസ്? ഞാൻ നൃത്തം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരാൾ എന്റെ കൈ കയറി പിടിച്ചു. അയാളുടെ കൈ എന്റെ ഭർത്താവ് കഷ്ണമായി മുറിച്ചു കളഞ്ഞു. എങ്ങോട്ട് പോന്നു? അമ്മയ്ക്ക് തൈലം മേടിക്കണം. മിക്കവാറും നീ അതിട്ട് വീട്ടിൽ കിടക്കും. അയ്യോ രാജൻ. എന്താ? അയൽ രാജ്യത്തെ രാജാവ് യുദ്ധത്തിനായി പുറപ്പെട്ടു രാജൻ. മനുഷ്യനൊന്ന് സന്തോഷിച്ചു വരുമ്പോ അവന്റെ ഒടുക്കാത്ത യുദ്ധം. രാജഗുരു യുദ്ധം പ്രഖ്യാപിച്ചു. എന്ത് ചെയ്യും നമ്മളിനി? രാജൻ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. എന്താണ് ആ വഴി? വല്ലവനെ വെട്ടുകൊണ്ട് ചാവുന്നതിനെ കാട്ടിലും ഭേദം രാജൻ സ്വയം കുത്തിയങ്ങ് ചാവുക. രാജഗുരു അല്ല, വ്യാജഗുരു.